ഹായ്, ഇറ്റ്സ് മീ രഞ്ജിത്ത്. ഇന്ന് ഒരു സിനിമയുടെ കൂടി റിവ്യൂ ആയിട്ട് വരാണ്. കേരള സ്റ്റോറി ഇന്ന് കാണാൻ ഇടയായത് ഫെബ്രുവരി 17 C5 OTT റിലീസ് ആയിട്ടുണ്ട്. മലയാളത്തിൽ കാണാം, ഹിന്ദി കാണാം, തമിഴിൽ കാണാം, അങ്ങനെ ഭാഷകൾ മാറ്റി നമുക്ക് കാണാം, അവരവരുടെ ഭാഷയിൽ കാണാം. മലയാളത്തിലാണ് ഞാൻ ഇന്ന് കണ്ടു തീർന്നതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഒറ്റ ഇരിപ്പിൽ കാണാൻ പറ്റില്ല പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്ക് ഇരിക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ കണ്ട്. കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ആടുജീവിതം സിനിമ വരെ കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും വന്നിട്ടില്ല. സിനിമ നോവലിൻ്റെ അത്രയൊന്നും രീതിയിൽ ആ സിനിമ എനിക്ക് കാണുമ്പോൾ എത്തിയിട്ടില്ല എന്നല്ല ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും മണിപ്പൂരിൻ്റെ കാര്യങ്ങളും ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്, വിവാദമാക്കുന്നത്. അപ്പോൾ സിനിമയെ കുറിച്ച് നമുക്ക് പോവാം. അപ്പോൾ എല്ലാം സിനിമ വരട്ടെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും കൂട്ടാതെയും കുറയ്ക്കാതെ നല്ല കറക്റ്റായിട്ട് ആ സിനിമ അതുപോലെ തന്നെ സിനിമയായിട്ട് വരട്ടെ എന്നുള്ള കാര്യം ഞാൻ ആശംസിക്കുന്നത്. ഇങ്ങനെ നടക്കാതെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഒരാളെ കൺവേർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, നമ്മൾ ഒരാൾ പറയുമ്പോൾ ഏത് ശരി എന്ന് തെറ്റുള്ള നമ്മൾ അങ്ങനെ അന്ധമായി നമ്മൾ അതിലേക്ക് നീങ്ങരുത്. പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ മതത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മളെ മതത്തിലോ അല്ലെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാവണം. അത് കൺവേർട്ടിലേക്ക് നമ്മൾ മാറ്റാനോ ഇല്ലാതിരിക്കുക. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലീനെ വരെ അതിൽ കാണിച്ചു തന്നു. ഞാൻ യുക്തിവാദി എന്ന് പറയില്ല, ഞാൻ യുക്തി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. നമ്മളെ ബുദ്ധിക്ക് നിരക്കാത്ത സംഭവങ്ങളും നമ്മൾ ചിന്തിക്കണം, കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ജീവിക്കണം. ഹിന്ദു മതത്തിലായി ജീവിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഹിന്ദു ദൈവങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. ആരും പൂർണ്ണമായിട്ടും രാമായണവും മഹാഭാരതവും പൂർണ്ണമായിട്ട് ഇവിടെ വായിച്ച ഒരു ഹിന്ദു ആൾക്കാരും ഉണ്ടാവും തോന്നുന്നില്ല. പണ്ടത്തെ ആൾക്കാർ ഉണ്ടാവായിരിക്കും. ഇപ്പോൾ ഇനി വരുന്ന ജനറേഷനിൽ പറഞ്ഞു കൊടുക്കാനും ആരും ഇല്ലാതെ ജീവിക്കാൻ. അപ്പോൾ കല്ലാണോ മറ്റേതാണോ മറിച്ചാണോ നമ്മൾ ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങൾ പറയാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഏതിൽ ജനിച്ചോ അത് അങ്ങനെ തന്നെ ഇനി പോട്ടെ. ഇവിടെ എന്താ പറയുക, മതമില്ലാതെ ഇട്ടത്തിൽ ജീവിപ്പിക്കാൻ പറഞ്ഞാലും ഇവിടെ നടക്കാത്ത സംഭവമാണ്. ദൂരദർശനിലെ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ അത് വിവാദമാക്കിയ, പള്ളിയിൽ നമ്മൾ സിനിമ ഇപ്പോൾ ഇറക്കിയപ്പോൾ ആരും വിവാദം, കാരണം വോട്ടിൻ്റെ പേരിലാണ് ഇപ്പോൾ ചിലപ്പോൾ അത് പറയാത്തും വിവാദമാക്കാത്തതും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പള്ളിക്കാരുടെ വോട്ട്. പലപ്പോഴും നമ്മളിവിടെ സൊസൈറ്റിക്ക് കുറേ പിടിച്ചുവെക്കലും മാറ്റിവെക്കലൊക്കെ ഉണ്ട്. ഇവിടെ സമൂഹത്തിന് ആർക്കും നന്നാക്കാനല്ല പ്രതിബദ്ധത ആർക്കും ഇല്ല, ഇവിടെ ഒരാൾക്കും ഇല്ല. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ നമ്മൾ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതും. പോലീസുകാരുടെ അടുത്ത് വരെ പോയിട്ട് പറയുമ്പോഴും തെളിവുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനായിട്ട് നമുക്കൊന്ന് ചെന്ന് അന്വേഷിച്ച തെളിവുകൾ ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് അവർ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മളെ സിസ്റ്റം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഈ ശാലിനി എന്ന് പറയുന്ന ആ കുട്ടീൻ്റെ ഒക്കെ കഥ പറയുമ്പോൾ ഭയങ്കര സീനാണ് ഈ സിനിമ കാണുമ്പോൾ. നമ്മളെ ഈ സിനിമ കാണുമ്പോൾ ദൈവത്തിൻ്റെ രീതിയിലല്ല പറഞ്ഞത്. ഇവിടുത്തെ മനുഷ്യന്മാരിങ്ങനെ ചെയ്യുമ്പോൾ ആ ദൈവത്തിനെ കൂടി നമ്മൾ വെറുപ്പിക്കണം. എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഒന്നെങ്കിൽ നമുക്കറിയാത്ത പോലും കേൾക്കാത്ത, ഇങ്ങനെ എല്ലാ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അത് പറയുമ്പോൾ ഏത് ദൈവങ്ങളായാലും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മളെ മനുഷ്യന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടായുള്ള രീതിയിലേക്ക് വരരുത്, ഒരാളുടെ ജീവിതത്തിലേക്കും എന്നുള്ള രീതി തന്നെ ഞാൻ പറയുന്നത്. സിനിമ എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. അങ്ങനെ ഒരാൾ ഡിവൈഡ് ചെയ്ത് പോയാലും ഇവിടെ മറ്റുള്ള ആ ആൾക്കാർ, ആ ജനിച്ചു വളർന്ന് അതിൽ തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരെ പോലെ ജീവിക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മതത്തിനെ കൊണ്ട് ഉള്ള എന്താ പറയുക, ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിനോട് വെറുപ്പുകളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളതാണ്, നിങ്ങളെ ജീവിതം നിങ്ങളാണ് നന്നാക്കേണ്ടത്. എങ്ങനെ ജനിച്ചോ അങ്ങനെ തന്നെ മരിക്കുക എന്നുള്ള രീതി തന്നെ നിങ്ങൾ പോവുക. ഈ ഭൂമിയിൽ കുറച്ച് സമയമുള്ളൂ, 10, 50, 60 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ പോയി തീർന്ന്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കുക. ഒരു കാര്യം കൂടി പറയുക, കല്യാണത്തിന് മുന്നേ സെക്സ് ചെയ്യാതിരിക്കുക. അത് തന്നെ ഈ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ വീക്ക്നെസ്സാണ് പലപ്പോഴും ഉള്ളത്. നമ്മളെ ശരീരം മറച്ചു വയ്ക്കുക. അത് ഏത് ഡ്രസ്സ് ഇട്ടാലും കാണിക്കണം, നിങ്ങൾ കാണിക്കുക. നമ്മൾ അതുകൊണ്ട് ഒരു മതത്തിൽ പോയിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളാരും ഉപദ്രവിക്കാതിരിക്കുന്നൊന്നുമില്ല. പെണ്ണായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളെ നേർക്ക് ചിലപ്പോൾ വന്നിരിക്കും. കാരണം ഇപ്പോൾ പെണ്ണുങ്ങളുടെ നേർക്ക് തന്നെ അക്രമം വന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും വന്നിരിക്കും. അത് പർദ്ദ ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. പർദ്ദ ഇട്ടില്ലെങ്കിലൊക്കെ വരും. നമ്മളെ മനസ്സിലാക്കുക, ആരാണ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒരാളെ അടിമയല്ല. ഒരാൾ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മളെ തന്നെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ നന്നാവണം നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ 2 ആൾക്കാരോട് ചോദിക്കണം. എന്നിട്ട് ശരിയാണോ തെറ്റാണോ ആ 2 ആൾക്കാരുടെ ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നല്ല ജീവിതം എല്ലാവർക്കും കിട്ടണം, ഉണ്ടാവട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെ പറയാം. നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു ദൈവമല്ല നിശ്ചയിക്കുന്നത്, നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളെങ്ങനെ പോകുന്നു അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം ആയത്. അല്ലാതെ ഒരു ദൈവവും ആക്കിയതല്ല, നമ്മൾ തന്നെ സൃഷ്ടിച്ച.
ആടുജീവിതത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പോയതാണ് അങ്ങോട്ട്. എന്നിട്ട് നമ്മളെ ഇപ്പൊ ദൈവം രക്ഷിച്ച് തിരിച്ച് നമ്മളങ്ങോട്ട് കൊണ്ടുവന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ തന്നെ അങ്ങോട്ട് പോയതും നമ്മൾ തന്നെ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടോടെ നമ്മൾ വന്നതും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ ഓരോന്നും കൊണ്ട് എത്തിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാവട്ടെ. നിങ്ങൾ ജനിച്ചത് ഒരു മതത്തിലായത് അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ അവിടെ നിന്ന് നന്നായി ജീവിക്കുക. ഏത് മതത്തിലായാലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളൂ. ഏത് മതത്തിൽ ജനിച്ചാലും നമുക്ക് ആർക്കും മതത്തിലേക്ക് ഇടാതെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പലരും സൊസൈറ്റി അങ്ങനെ അംഗീകരിക്കില്ല. എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, മകളെ അങ്ങനെ ജീവിപ്പിക്കണം. പക്ഷെ ഒന്നിലേക്ക് ഡിവൈഡായി നമ്മൾ മാറരുത്. എന്താ പറയുക, നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ വിവാദമാകുന്ന ലോകത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി ഒരു ശാലിനി എവിടെ ഉണ്ടാവാതിരിക്കുക. ഗീതാഞ്ജലി പോലത്തെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുക. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കണം സിനിമ. അവർ വളർന്ന് വലുതാവട്ടെ. അവർക്ക് അവരുടെ മതം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം മനസ്സിലായി, സൊസൈറ്റീനെ മനസ്സിലാക്കാനുള്ള